തപ്പിറങ്ങിയത് ട്രിവാൻഡ്രം സെൻട്രൽ സിറ്റി തന്നെയാണ്. അതാണ് MG റോഡ്. അവിടെ നിന്ന് MG റോഡാണ് ഈസ്റ്റ് പോർട്ട് പോണ വഴിക്ക് തകരപ്പറമ്പ് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലേക്ക് പോണ വഴിക്ക് അതിൻ്റെ ഏകദേശം ഒരു മിഡിലൊക്കെ ആയിട്ട് തന്നെ വിറകുപുര ജംഗ്ഷൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് തന്നെ കപ്പയും മീൻകറി കിട്ടാൻ നല്ലൊരു ഉഗ്രൻ കടയുണ്ട്, കണ്ണൻ ഫാസ്റ്റ് ഫുഡ്. നമുക്ക് കപ്പയും മീൻകറിയുടെയും ബാക്കി എല്ലാ കഥകളൊക്കെ നമുക്ക് അവിടെ ചെന്നറിയാം. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകല്ലേ, പോയോ? നമസ്കാരം വിജയൻ ചേട്ടാ. നമസ്കാരം. ഇതാണ് വിജയൻ ചേട്ടൻ, നമ്മുടെ ഈ കണ്ണൻ ഫാസ്റ്റ് ഫുഡിൻ്റെ ഓണർ. അപ്പോൾ എന്തൊക്കെയാ ഇതെന്താ ചേട്ടാ? നമ്മള് പൂവാണ് ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ വിജയൻ ചേട്ടാ നമുക്ക് വിളക്ക് കത്തിക്കണം, വിളക്ക് കത്തിച്ചിട്ട് തുടങ്ങണം. അപ്പോൾ കത്തിച്ചോളൂ ചേട്ടാ. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കയറി വന്ന അപ്പോൾ ചേട്ടാ ഇത് എത്ര വർഷം നമ്മൾ കട തുടങ്ങിയിട്ട്? 40-45 വർഷം. അച്ഛനായിട്ട് തന്നെ തുടങ്ങിയതാണല്ലേ? ചേട്ടനായി ചേട്ടൻ വേറെ കടയായി. ഇതെന്താ നമ്മൾ ശരിക്കും കപ്പ മീൻകറി ഒരു സ്പെഷ്യലായിട്ട്, കാരണം ഞാനേ എറണാകുളംകാരനാണ്, ഞാൻ ട്രിവാൻഡ്രം അല്ല. അപ്പം ഞാനിങ്ങനെ വന്നപ്പോഴൊക്കെ അറിഞ്ഞു ഇവിടെ നമ്മൾ എന്താണ് ശ്രീകണ്ഠേശ്വരം ടെമ്പിളിൽ പോകണ വഴിക്ക് വിറകുപുര ജംഗ്ഷനിൽ ഒരു നല്ല കപ്പ മീൻകറിയും കിട്ടുന്ന കടയുണ്ടെന്ന്. നല്ല ഫേമസ് ആണ്, അതുകൊണ്ടാണ് അറിഞ്ഞത്. പണ്ട് പോലെ ഉള്ളതായിട്ട് നല്ല പേരാണ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വേറെ കുഞ്ഞു ഒരു കടയുണ്ടായിരുന്നു ബാക്കിൽ, അതുണ്ടായിരുന്നു. ശരിക്കുള്ള കട ഇതാണ്. അപ്പൊ ഇവിടെ നിന്നാണ് ചേട്ടൻ വേറെ മാറിയതല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ഞാൻ ശരിക്കും കപ്പയുടെയും മീൻകറിയെ കുറിച്ചൊക്കെ അറിഞ്ഞത്. അപ്പൊ എന്താ നമ്മൾ ശരിക്കും ഈ കപ്പയും മീൻകറി സ്പെഷ്യാലിറ്റി ആയിട്ട് ഇവിടെ കൊടുക്കുന്നത്? കപ്പയും മീൻകറി നാടൻ സ്റ്റൈലിൽ, നാടൻ രീതിയിൽ. അത് ചെണ്ടം പുഴുങ്ങിയതാണോ അതോ പുഴുക്കാണോ? പുഴുക്കല്ല, ഇത് ഇളക്കി ഇടിക്കുന്നത്, അത് തന്നെ. മീൻസ് ഒരു മഞ്ഞ കളറിലൊക്കെ ഉള്ള തേങ്ങാപ്പീരൊക്കെ ഇട്ട്? മഞ്ഞയുടെ അല്ല, വെള്ളക്കപ്പ തന്നെ. നമ്മളവിടെ ഇടിക്കാന്നൊക്കെ പറഞ്ഞാല് മഞ്ഞ കളർ തേങ്ങാപ്പീരൊക്കെ ഇട്ട് എല്ലാവർക്കും പിടിക്കല്ല, എല്ലാവരും കഴിക്കാം. ഇതാകുമ്പോ എല്ലാവരും കഴിക്കാം. ഇടിച്ചതല്ലേ? അപ്പൊ അതാണ് അതിനകത്ത് കാണാന്നുള്ളേ ഉള്ളു. പാചകം ചെയ്യണത് പോയി കാണാം. പാചകം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആരൊക്കെയാ നിക്കുന്നത് നമ്മുടെ ഹോട്ടലിൽ? ഇപ്പൊ ഇല്ല, ഞാനും എന്റെ ഒരു സ്റ്റാഫ്. അടുക്കളയ്ക്ക് അവിടെ അമ്മയുണ്ട്, ചേട്ടന്റെ അമ്മയുണ്ട്. അമ്മ അവിടെ അടുക്കളയാണ്. അടുക്കളയിൽ അമ്മയാണ് അപ്പൊ മേൽനോട്ടം അടുക്കളയില്. അപ്പൊ അമ്മമ്മയുണ്ട്, ഒരു അമ്മമ്മയുണ്ട്. അമ്മയാണ് ഇവിടെ അടുക്കളയിൽ മൊത്തം മേൽനോട്ടം. നമുക്ക് എന്തായാലും അത് കാണണം. ശരിക്കും ഇവിടെ ഇലയൊക്കെ ചെത്ത് കണ്ടപ്പോ വേറെ ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ എപ്പോഴും? ഇല എത്ര വില ഇല തന്നെ കൊടുക്കത്തുള്ളൂ. പ്ലേറ്റ് യൂസ് ചെയ്യാലും പ്ലേറ്റിൽ വെച്ച് ഇല വെച്ചിട്ട് കഴിക്കാൻ പ്രത്യേകം അതിന്റെ ഇതും എപ്പോഴും ഇല. ശരിയാണ്. കപ്പയും മീൻകറിയും ഏതായിരുന്നാലും ഇലയിൽ വൃത്തി വേറെ ഒന്നും കിട്ടത്തില്ല. ശരിയാണ്. ഊണിലായാലും എന്ത് കഴിക്കുമ്പോഴും നമ്മൾ ആ ഇലയിൽ കഴിക്കുമ്പോൾ ഉപയോഗിച്ചിട്ട് രണ്ടാമത് ഇപ്പൊ നമ്മൾ എത്ര കഴിയുന്നാലും വൃത്തിയാവൂല. ഇല എന്ന് പറഞ്ഞാൽ വൃത്തി വേറെ, പ്ലേറ്റ് വേറെ. ശരിയാണ്. അത് കഴിച്ചിട്ട് അങ്ങ് കളയുക. അപ്പൊ അടുത്ത വീണ്ടും നല്ലൊരു ഫ്രഷ്നസോടെ തന്നെ തുടങ്ങാല്ലേ? അപ്പോൾ ശരിക്കും ചേട്ടൻ ഇത് ഏറ്റെടുത്തിട്ട് എത്ര നാളായി? ഞാൻ എടുത്തിട്ട് ഇപ്പൊ ഒരു 15 കൊല്ലത്തോളം. 15 കൊല്ലത്തോളം. അപ്പൊ ചേട്ടൻ ഇതാണോ ഏറ്റെടുത്ത് തുടങ്ങുന്നത് അതോ അതാണോ? അല്ല, ഇത് തന്നെ. അപ്പൊ ചേട്ടൻ അങ്ങോട്ട് മാറിയല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും അടുക്കളയിലോട്ടും ബാക്കി പാചകത്തിന്റെ ബാക്കി എല്ലാം കിടക്കാം. പോയേട്ടോ. നമ്മുടെ കടയുടെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ അടുക്കള. കുഞ്ഞാണ് കട പോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് അമ്മമ്മ, നമ്മുടെ അമ്മയുള്ള ഞാൻ നമ്മുടെ വിജയൻ ചേട്ടൻ്റെ അമ്മമ്മ പേരെന്താ? ഓമനമ്മ എന്നാണ് പേര്. എത്ര നാളായി നമ്മുടെ വിജയൻ ചേട്ടൻ്റെ ഒപ്പം? അല്ല, കടയിൽ ഒപ്പം വന്ന് ചെയ്തു തുടങ്ങിയത് 10 വർഷം. ശരിക്കും ഒരു കടകളിലും ഒരു ഹോട്ടലിലും അങ്ങനെ അമ്മമ്മമാര്, അതായത് അമ്മമാരെ കൊണ്ടൊന്നും ഇങ്ങനെ ചെയ്യാതെ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും എനിക്ക് തോന്നാറ് എനിക്ക് എൻ്റെ വീട്ടിൽ, അച്ഛൻ്റെ വീട്ടിലത്തെ കാര്യമൊക്കെ എനിക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് വരുന്നു. കാര്യം എൻ്റെ അച്ഛമ്മ അവിടെ എല്ലാ അടുക്കളയിൽ
ഓടി അടന്ന് എല്ലാം വെച്ചുണ്ടാക്കിയ ആ ഒരു ഫീൽ എനിക്ക് തോന്നുന്നു. ശരിക്കും എനിക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അമ്മമ്മ നമ്മള് ഏതൊക്കെ സമയങ്ങളിൽ നമ്മളിത് കൊടുക്കുന്ന ഇവിടെ? ഇപ്പൊ ഉച്ചയ്ക്ക് 1 മണി തൊട്ട് രാത്രി 8 മണി വരെ കാണും. 8 മണി എല്ലാത്തിനും അമ്മമ്മയുടെ ആ ഇത് മൊത്തം കാണുമല്ലേ? രാവിലെ 10 മണിക്ക് വരും, എന്തെങ്കിലും സഹായിച്ച് 5 മണിയാകുമ്പോൾ വീട്ടിലേക്ക് മടങ്ങി പോകും. ശരീരത്തിന് ഒരു ഇതായി മക്കൾക്ക് സഹായിച്ചതുമായി. അതാണ് മക്കൾക്ക് സഹായിച്ചതുമായി അമ്മമ്മയ്ക്ക് തന്നെ ശരീരത്തിനും മനസ്സിനും ഒരു എന്താ പറയുക സംതൃപ്തി അല്ലേ അമ്മമ്മ? അവിടെ ചേട്ടാ നമ്മൾ എന്തൊക്കെ തരം മീൻകറികൾ അവിടെ കൊടുക്കുന്നത്? മീൻകറി ഒരൈറ്റേ കാണുള്ളൂ. ഒരൈറ്റം മീൻകറി, പിന്നെ മീൻ ഫ്രൈ ആണ് 3-4 ഐറ്റം കാണും. 3-4 ഐറ്റം ഏതൊക്കെയാ? പിന്നെ ആവോലി കാണും, പിന്നെ വട്ടക്കണ്ണിപ്പാര കാണും. വട്ടക്കണ്ണിപ്പാര അത് പാര ടൈപ്പ് അല്ലേ, വീതി കൂടിയ മീൻ. ഓഹോ. പിന്നെ ചെറിയ ഐറ്റം ചൂര, അയല അതൊക്കെ ഉണ്ടാവും. പൊടിയാള. ശരിക്കും നമുക്കിത് എന്നും കിട്ടുമോ? എന്നും കിട്ടും, എന്നും കിട്ടുമല്ലേ? ഞായറാഴ്ച ഒരു ദിവസം മാത്രം അവധി. ഞായറാഴ്ച നമുക്ക് കട അവധിയാണ്, അതുകൊണ്ട് മാത്രം അന്ന് ഇത് കിട്ടത്തില്ല. നമ്മളെന്താ കറിക്ക് ആ ഒരു മീൻ കൊടുക്കുന്ന കൊഴിയാള, അതായത് എല്ലാരും അല്ലേ? ശരി, കൊഴിയൻ ചാളയാണോ? കൊഴിയാള എന്ന് പറയുമ്പോ ശരിക്കും എറണാകുളത്ത് വേറൊരു പേരായിരിക്കും. ഫ്രൈക്കുള്ളതേ അയല, നല്ല ഇത് ശരിക്കും അരച്ച് അമ്മിയിലോ അങ്ങനെ എന്താ ഇതിലല്ലേ? മറ്റേ നമ്മുടെ കല്ലുള്ള മെഷീനിലിട്ട് അരച്ചത്. കാരണം പൊടിയല്ല, കാരണം നമുക്ക് ആ ഒരു അരപ്പായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ശരിക്കും അരപ്പായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വീട്ടിൽ ചെയ്യുമ്പോൾ അരപ്പ് പെരട്ടി വെക്കാൻ മറ്റേ വറ്റൽമുളകിന്റെ ഒക്കെ ആ ഒരു അരപ്പ് ശരിക്കും നമുക്ക് ഞാൻ ചോദിച്ചുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും, കാണുമ്പോൾ തന്നെ അറിയാം. പൊടിയല്ല, അരപ്പാണ്. വലിയ മീൻ അതെടുത്താൽ മതി. ഇത് എന്ത് മീനാ? ഇത് വട്ടക്കണ്ണിപ്പാറ. കാരണം ഞാൻ അതിന്റെ ഉള്ളിൽ കയറിയ പിന്നെ എനിക്ക് തിരിയാൻ പോലും ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിയിടുകയാണ്. അമ്മമ്മ സേഫ് സൈഡിൽ അവിടെ ഇരിക്കുക. ഇതാണ്, ഒന്ന് കാണിക്കാവോ? ഇതാണ് വട്ടാങ്കണ്ണിപ്പാറ. ഇത് നമ്മുടെ കരിമീനുമായി സാദൃശ്യമുണ്ടെങ്കിലും കരിമീനല്ല. ചേട്ടന് എന്താ കപ്പ ഇടിക്കുന്നുണ്ട്. ചേട്ടന്റെ പേരെന്നാ? ജബ്ബാർ അല്ലേ? എത്ര വർഷമായി? 7 വർഷമായിട്ടുണ്ടല്ലേ? ശരിക്കും കപ്പ ഇടിക്കുന്നതും പിന്നെ വേറെ എന്തൊക്കെയാ നമ്മള് മുതലാളിയുടെ സഹായത്തിനൊക്കെ. അപ്പൊ ജബ്ബാറേട്ടൻ കപ്പ ഇടിക്കാനും സപ്ലൈക്കും എല്ലാത്തിനും കൂടി നിൽക്കാണ്. ചേച്ചി നമസ്കാരം, പേരെന്നാ? ഓമൻ. അപ്പുറത്തും ഇപ്പുറത്തും ഓമന്. ഇവിടെ ഒരു ഓമന അമ്മാമ്മയുണ്ട്, അവിടെ ഒരു ഓമനാമയുണ്ട്. അമ്മാമ്മ ഇവിടെ എത്ര നാളായി? 8 വർഷത്തോളായി. ആണോ? 8 വർഷം ഇത് പറയുന്നത്. അവിടെ സമയം പോയത് അറിഞ്ഞിട്ടില്ല. ഓമനാമ ശരിക്കും സമയം പോയത് അറിഞ്ഞിട്ടില്ല. ഓമനാമ പറയുന്നത് 7 വർഷമായിട്ടുണ്ടെന്ന് അല്ലേ? അപ്പൊ ശരിക്കും നമ്മള് അതെന്താ ഇത്? ചൂര. നമ്മള് ഇത് ചൂര എന്റെ മസാലയ്ക്ക് വേണ്ടി. ഇത് ചൂര ശരിക്കും വെട്ടി കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് മസാല വരട്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ മസാല ഇതാണുള്ളത്. ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു. ശരിക്കും ഞാൻ നേരത്തെ കാണിച്ചത് ഇല്ലേ? നേരത്തെ ഒരു മസാല. ശരിക്കും ഇതാ മസാല. നമ്മള് പൊടിയോ ഒന്നുമല്ല, ശരിക്കും ഇരുന്ന് വറ്റൽമുളകും ബാക്കി എല്ലാം കൂടി അരച്ച് നോക്ക് ശരിക്കും നമുക്ക് അരപ്പായിട്ട് തന്നെ ശരിക്കും തോന്നും. വിജയേട്ടൻ അവിടെ കടയുടെ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് അപ്പുറത്തോട്ട് മാറാണ്. ഇവിടുത്തെ കപ്പയൊക്കെ കൂട്ടിയിട്ടുണ്ട്. അടുത്ത സെക്ഷൻ ഉള്ളതാണ്. അടുത്തതിനുള്ള 2 സ്റ്റെപ്പ് എന്ന് പറഞ്ഞില്ല, അപ്പൊ അടുത്തതിനുള്ള